വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 57 ആയിരിക്കുന്നു. സ്വിറ്റ്സർലൻഡിലെ ബാർ റിസോർട്ടിലെ തീപിടുത്തം ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ മരണസംഖ്യ അല്പം ഉയർന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ 40 പേർ എന്നായിരുന്നു റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഇപ്പോൾ 47 മരണമായിരിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളും മരിച്ചവരിലുണ്ട്. 115 പേർക്കാണ് പുതുവർഷാഘോഷത്തിനിടെയുണ്ടായ തീപിടുത്തത്തിൽ പരിക്കേറ്റത്. ശ്യാമയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാമ, മരണസംഖ്യ ഉയർന്നിരിക്കുന്നു അല്ലേ? കൂടുതൽ പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണോ ആശുപത്രിയിൽ? അരുൺകുമാർ, ഇന്നലെ 40 പേരായിരുന്നു മരണം. അപ്പോൾ തന്നെ 100-ലധികം പേർക്ക് പരിക്കേറ്റിരുന്നു എന്ന വാർത്തയും വന്നതാണ്. 115 പേർക്കാണ് പരിക്കേറ്റുള്ളത്. ഇതിൽ പലരുടെയും നില ഗുരുതരമാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത. ക്രാൻസ് മൊണ്ടോനയിലെ ഒരു ബാർ റിസോർട്ടിലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. ന്യൂ ഇയർ ആഘോഷങ്ങൾക്കിടെ പുലർച്ചെ 1:30 ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തം അട്ടിമറിയോ ആക്രമണമോ ഒന്നും അല്ല എന്നിപ്പോൾ അധികൃതർ സ്ഥിരീകരിക്കുന്നുണ്ട്. അപകടം തന്നെയാണ് ഉണ്ടായത് എന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണങ്ങൾ പോകുന്നത്. ഒരു ബർത്ത്ഡേ ആഘോഷം ഇതിനിടയിൽ നടന്നിരുന്നു. അങ്ങനെ ഷാമ്പയിൻ കുപ്പികൾക്ക് മുകളിൽ മെഴുകുതിരികൾ കത്തിച്ചതിൽ നിന്നാണ് മേൽക്കൂരയിലേക്ക് തീ പടർന്നതെന്നും അങ്ങനെ അത്തരത്തിലുള്ള വലിയ സ്ഫോടനമൊക്കെയാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ അധികൃതർ സ്ഥിരീകരിക്കുന്നത്. ആ തരത്തിലുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും 115 പേർക്കാണ് പരിക്കേറ്റുള്ളത്. ഇതിൽ പലരുടെയും നില ഗുരുതരമാണ്. ചിലരെ ഇപ്പോഴും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നും അധികൃതർ പറയുന്നുണ്ട്. വിനോദസഞ്ചാരികൾ, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരെല്ലാം ഉണ്ട്. ഇറ്റലിയിൽ നിന്നുള്ള 15 പേരെ കാണാതായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും വർദ്ധിച്ചേക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. അരുൺകുമാർ, താങ്ക് യു.